നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ഇമ്പൾസ്. ഇമ്പൾസ് എന്താണ്? ഒരു സിമ്പിൾ ഒരു എക്സ്പ്ലനേഷൻ. ഇമ്പൾസ് ഈസ് ദി ഇമ്പാക്റ്റ് ഓഫ് ഫോഴ്സ്. ഒരു ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ഒരു ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. അതെങ്ങനെ നമ്മൾ അളക്കും? നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഐ എന്ന് ഉപയോഗിച്ച്. ഐ ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. അതായത് ഞാൻ ഇങ്ങനെ വെച്ചു, ഒരു വെലോസിറ്റിയിൽ കൈ കൊണ്ടൊന്ന് കൂടി ഇടിച്ചു. ഇതൊരു ഫോഴ്സ് അല്ലേ? ഇങ്ങനെ വന്ന് ഇടിച്ചു. ഇങ്ങനെ അടിക്കുമ്പോൾ എൻ്റെ വെലോസിറ്റി പെട്ടെന്ന് സീറോ ആയി. പെട്ടെന്ന് സീറോ ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ച്? അവിടെ വലിയൊരു ഇമ്പൾസ് ഉണ്ടായി. നമ്മൾ നേരത്തെ നമ്മളെ ഫസ്റ്റ് ലെവലൊക്കെ പഠിച്ച ഒരു സംഭവം തന്നെ. നമ്മളവിടെ ഇനർഷ്യ എന്ന് പറഞ്ഞു, ഇവിടെ നമ്മൾ ഇമ്പൾസിൻ്റെ തിയറിയാണ്. അതെല്ലാം റിലേറ്റഡ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അവിടെ ഈ സെയിം എക്സാമ്പിളാണ്. അവിടെ പെട്ടെന്ന് മാറും, അവിടെ ഇനർഷ്യ പയ്യെ മാറിയാൽ പയ്യെ ഇനർഷ്യ. ആ ഇനർഷ്യേൻ്റെ ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടി മൊമെൻറ്റം, സെക്കൻഡ് ലോ, തേർഡ് ലോ, എല്ലാം നിങ്ങൾ 3 ലോസ് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം റിലേറ്റഡ് സാധനങ്ങളാണ്. ആ 3 ലോസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് എങ്ങനെ വരുന്നോ, പെട്ടെന്ന് ഒരുപാട് ചേഞ്ച്, വെലോസിറ്റി ഒരുപാട് ചേഞ്ച് ആയാൽ അവിടെ ഇമ്പൾസ് വളരെയധികമാവും. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഞാൻ ഇങ്ങനെ പയ്യെ ഒന്ന് ഇടിക്കുക. ഇവിടെ വെലോസിറ്റിൻ്റെ ചേഞ്ച് എത്ര? കുറവാണ്. അതുകൊണ്ട് എന്താ? ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം കുറവാണ്. അതുകൊണ്ട് എന്താ? ഇവിടെ ഐൻ്റെ വാല്യൂ കുറവാണ്. സോ ഇമ്പൾസ് കുറവാണ്. മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോൾ ഇമ്പൾസിന് നമ്മളിങ്ങനെ എഴുതി. നമ്മൾ നേരത്തെ ഒരു ഫോർമുലയിൽ, ഫോഴ്സിൻ്റെ ഒരു ഫോർമുലയിൽ നമ്മൾ മൊമെൻറ്റ് ഉപയോഗിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല? എഫ് ഈസ് ഇക്വൽ ടു P/T, ഡെൽറ്റ P/T എന്നും പറഞ്ഞ് നമ്മൾ ഉപയോഗിച്ചായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നേരത്തെ വീഡിയോ പോയി കണ്ടോ, അതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഐന് ഇങ്ങനെ എഴുതാം. ഫോഴ്സ് ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആയിരിക്കുന്നെങ്കിൽ, ഈ ഒരു ഫോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇമ്പൾസ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ചേഞ്ച് ഇൻ ടൈം എന്ന് നമുക്ക് എഴുതിക്കൂടെ? നമുക്ക് എഴുതാൻ സാധിക്കും. ഇതെന്ത് കേസിലാണ്? കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. കോൺസ്റ്റൻ്റ് ആയ ഒരു ഫോഴ്സ് നടക്കുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ഇമ്പൾസ് കിട്ടും. ഓക്കെ, അത് മനസ്സിലായി. അപ്പോൾ അടുത്തൊരു സംഭവം, 2 കാര്യം നമുക്ക് കിട്ടി, 2 ഇക്വേഷൻ കിട്ടി. നമ്മൾ ജനറലായിട്ട് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് നമ്മൾ ഇമ്പൾസ് എന്ന് പറയാം. ഇപ്പോൾ ഒരു ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് എന്താ സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും? ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. എങ്ങനെ? ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ FDT, വേരിയബിൾ ഫോഴ്സ്. ഓരോ സമയത്തിലും ഓരോ ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ FDTൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ നമുക്ക് ഇമ്പൾസ് കിട്ടും. സിമ്പിൾ കാര്യം. പിന്നെന്താ കാര്യം? പിന്നെ നമുക്ക് എങ്ങനെ ഒരു പറയാം, നമുക്ക് ഇങ്ങനെയുള്ളത് എഫിന് ആവറേജ് ഇതിന് എഫ് ആവറേജ് എന്ന് വേണമെങ്കിൽ എഴുതിയിട്ട് ഇൻറ്റു ഡെൽറ്റ ടി എന്നിടാം. ഈ DT എന്നിടുന്നതിനേക്കാളും നമ്മൾ ഡെൽറ്റ ടി എന്നിടുന്നതായിരിക്കും അതിനേക്കാളും ഒരു വൃത്തി. ഡെൽറ്റ ടി എന്നിടാം. ഡെൽറ്റ ടി. കാരണം നമ്മൾ ഡി ഉപയോഗിക്കുന്നത് വളരെ വളരെ ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിന് ഉപയോഗിക്കാനാണ്. അത് നമ്മളിപ്പം ഇൻ്റഗ്രേഷൻ ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ്. അതുകൂടെ ഡെൽറ്റ ടി എന്നിട്ട് ഇത് ആവറേജ് ഫോഴ്സ് ആവറേജ് എന്നൊക്കെ എഴുതുക. ഇതാണ് ഒരു ഇക്വേഷൻ, അതിന് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും? നിങ്ങൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഇല്ലേ, ഈ രണ്ടാമത്തെ ഇക്വേഷൻ കാണുമ്പം, രണ്ടാമത്തെ അല്ല, തെറ്റിപ്പോയി, മൂന്നാമത്തെ ഇക്വേഷൻ കാണുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഐ എന്ന് പറയുന്നത്, ഇത് നമ്മൾ കിനമാറ്റിക്സ് പഠിച്ചായിരുന്നു, ഏരിയ അണ്ടർ ഗ്രാഫ്. അപ്പോൾ ഇത് ഏത് ഗ്രാഫിൻ്റെ ഏരിയ ആയിരിക്കും ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്? ഏരിയ അണ്ടർ ഗ്രാഫിലാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് ഗ്രാഫിൻ്റെ ഏരിയ അണ്ടറാണ്? ഏരിയ അണ്ടർ FT ഗ്രാഫ്. ഏരിയ അണ്ടർ FT ഗ്രാഫും നമുക്ക് ഇമ്പൾസ് കിട്ടും. സോ നമുക്ക് കുറേ ഇക്വേഷൻ, ഈ ഒരു ഇമ്പൾസ് കണ്ടുപിടിക്കാൻ കുറേ ഇക്വേഷൻ പല പല സിനാരിയോസും നമുക്ക് കിട്ടി. ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഗ്രാഫ് തന്നിരുന്നാൽ കണ്ടുപിടിക്കാൻ അറിയാം, നമുക്ക് വേരിയബിൾ ഫോഴ്സ് തന്നാൽ കണ്ടുപിടിക്കാൻ അറിയാം, കോൺസ്റ്റൻറ്റ് ഫോഴ്സ് തന്നാൽ കണ്ടുപിടിക്കാൻ അറിയാം, ആവറേജ് ഫോഴ്സ് തന്നാലും കണ്ടുപിടിക്കാൻ അറിയാം. പിന്നെ നമുക്ക് ഇതിൻ്റെ 2 ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ കയ്യിൽ പറന്ന് വരും.
A body of mass 0.25 kg moving with velocity 12 meter per second is stopped by applying a force of 0.6 Newton. Calculate the time taken to stop the body. Also calculate the impulse of this force. ടൈം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇമ്പൾസ് കണ്ടുപിടിക്കാം. കാരണം നമ്മൾ ഇമ്പൾസല്ലേ ഇപ്പോൾ പഠിച്ച. ഇമ്പൾസിൻ്റെ ഫോമുല എന്താ? ചേഞ്ച് ഇൻ മൊമെൻറ്റം. കാരണം ഞാൻ അവിടെ മാസും കാണുന്നുണ്ട്, വെലോസിറ്റിയും കാണുന്നുണ്ട്, എന്നിട്ട് സ്റ്റോപ്പഡ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഫൈനൽ വെലോസിറ്റിയും അറിയാം, മാസിന് ചേഞ്ച് ഇല്ല. സോ ചേഞ്ച് ഇൻ മൊമെൻറ്റ് എത്രയാണ്? 0.25 ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി എത്ര? 12. ഇത് എത്രയാണ്? 3 ന്യൂട്ടൺ സെക്കൻഡ്. 3 ന്യൂട്ടൺ സെക്കൻഡ്. ന്യൂട്ടൺ സെക്കൻഡാണ് നമ്മൾ ഇമ്പൾസിൻ്റെ യൂണിറ്റ്. ഇമ്പൾസിൻ്റെ ന്യൂട്ടൺ സെക്കൻഡ് വിളിക്കാം. കാരണം എന്താണ്? നമ്മുടെ ഇതെന്ന് പറയുന്നത് കിലോഗ്രാം ആണ്, ഇതെന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡാണ് ഇതിൻ്റെ യൂണിറ്റ്. നമ്മുടെ ഫോഴ്സിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മുടെ ന്യൂട്ടൺ. അതിൻ്റെ സെക്കൻഡ് സ്ക്വയറിൽ സ്ക്വയർ ഇല്ല എന്ന് പറഞ്ഞാൽ മേളിലൊരു സെക്കൻഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ, ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ, കാര്യമില്ല. പിന്നെ നമുക്ക് കണ്ടുപിടിക്കുന്ന ടൈം ടേക്കണാണ്. ഓക്കെ, നമുക്ക് ഒരു വാല്യൂ കൂടെ തന്നിട്ടുണ്ട് 0.6 ന്യൂട്ടൺ. അപ്പോൾ അത് ഉപയോഗിച്ചായിരിക്കും നമുക്ക് ടൈം കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും? ആണ്ട അടക്കുന്ന ഫോമുല. ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട ഫോമുല എന്താ? I = F delta T. I = F delta T. I = F delta T. അതിലെ ഐ നമ്മൾ കണ്ടുപിടിച്ചു 3 എന്ന്, ഫോഴ്സ് തന്നിട്ടുണ്ട് 0.6 എന്ന്. അപ്പോൾ ഡെൽറ്റ ടി എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഡെൽറ്റ ടി എത്ര? 3/0.6 which is equal to 30/6 which is equal to 5. 5 സെക്കൻഡ്സ്. 5 സെക്കൻഡ്സ് ആണ് നമ്മുടെ ആൻസർ. 5 സെക്കൻഡ് എടുക്കുന്നത് നിൽക്കാൻ. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മളത് കംപ്ലീറ്റ് ആക്കി. ഇതാ ഇവിടെ ഒരു വലിയ ക്വസ്റ്റ്യൻ വന്നു. A force acting on a body of mass 2 kg varies with time as shown in the figure. Find the impulse of the force and the final velocity of the body. ഇമ്പൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇമ്പൾസിൻ്റെ നമ്മൾ ഗ്രാഫ് തന്നാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ച് നോക്ക്. ഏരിയ അണ്ടർ എഫ് ടി ഗ്രാഫ്. ഇത് എഫ് ടി ഗ്രാഫ് അല്ലേ? ഫോഴ്സ് ടൈം ഗ്രാഫിൻ്റെ ഏരിയ. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കും. ആദ്യത്തെ ട്രയാങ്കിളുടെ രണ്ടാമത്തെ ട്രയാങ്കിൾ, മൂന്നാമത്തെ ട്രയാങ്കിൾ. ആദ്യത്തെ ട്രയാങ്കിൾ എന്താ? ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് എത്ര? 2 ഇൻറ്റു ഹൈറ്റ് എത്ര? 4 പ്ലസ് രണ്ടാമത്തെ ട്രയാങ്കിൾ. രണ്ടാമത്തെ ട്രയാങ്കിൾ എത്ര? സൈഡ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എത്ര? ബ്രെഡ്ത്ത് എത്ര? 1. ലെങ്ത് എത്ര? 4. അതോടെ കിടക്കട്ടെ. പിന്നെന്താ? വേറൊരു ട്രയാങ്കിളുണ്ട്, അതും ഹാഫ് ഇൻറ്റു ബേസ് 2 ഹൈറ്റ് 4. ഇതും വെട്ടിപ്പോയി മൊത്തത്തിൽ നമുക്ക് കിട്ടി 12 ന്യൂട്ടൺ സെക്കൻഡ്. നമുക്കവിടെ ഐ കിട്ടി. ഐൻ്റെ വാല്യൂ അവിടെ കിട്ടി. പിന്നെ എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ബോഡി. ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഫൈനൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കാരണം ഇതും നമ്മുടെ നേരത്തെ സെയിം ഇക്വേഷനാണ്, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ പഠിപ്പിച്ച ഫസ്റ്റ് ഇക്വേഷൻ I = ഡെൽറ്റ പി, അത് ഉപയോഗിച്ചാൽ പോരെ? ഐ എന്ന് പറയുന്നത് ഡെൽറ്റ പി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡെൽറ്റ ബി. ഐ എന്ന് പറഞ്ഞാൽ 12 നമുക്ക് കിട്ടി. അപ്പം മാസ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 2 കിലോഗ്രാം, 2 അറിയാം. പിന്നെ ഡെൽറ്റ ബി കണ്ടുപിടിച്ചാൽ പോരെ? നമുക്കറിയാം. എന്താണ്ട് ഇവിടെ അവസാനം ഈ ഫോഴ്സ് അതേപോലെ ബാലൻസ് ആയി ഇവിടെ ബാക്കിൽ വന്നു, 0 ആണ്. അപ്പം ചേഞ്ച് ഇൻ വെലോസിറ്റി എത്ര? ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. കാരണം എന്താ? 0 ഫോഴ്സ് ആയിരുന്നു. 0 ഫോഴ്സിൽ 0 വെലോസിറ്റി ഒന്നും ഇല്ലായിരുന്നു അവിടെ. അപ്പം ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ഡെൽറ്റ ടി എത്ര? 6 സെക്കൻഡ്സ്. നമുക്ക് ആൻസർ കിട്ടിയില്ലേ? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇപ്പോൾ ചെയ്യിപ്പിച്ചത്. വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിന് ഇത്രകം മതി. ഇമ്പൾസിൻ്റെ കോൺസെപ്റ്റൊക്കെ ഇത്ര മതി. ഒരുപാടൊന്നും നമുക്ക് ഡീപ്പായിട്ട് പോകണ്ട. അപ്പോൾ ഓക്കെ, ബൈ.